കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്നുള്ളതും ഇഗ്നോയുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കണം. ഒന്നാമത്തെ യൂണിറ്റ് അവർ എൻവയോൺമെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്. നമ്മുടെ പരിസ്ഥിതി എന്താണ്, പരിസ്ഥിതി എന്നുള്ളതും എന്താണ് പ്രകൃതി എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഗ്നോയുടെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടണം എന്നതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഒരു സമ്മപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു സമ്മപ്പ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇഗ്നോയുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് ഇഗ്നോയുടെ മാത്രമല്ല, പുറത്തുനിന്നുള്ള വലിയ പഠനങ്ങൾക്കൊക്കെ ഈ എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ പുസ്തകങ്ങളും മറ്റുമൊക്കെ എൻവയോൺമെന്റ് സ്റ്റഡീസിന് മാത്രമല്ല ഇഗ്നോയുടെ പല പുസ്തകങ്ങളും ആളുകൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാറുണ്ട്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? അതിൽ ഒന്നാമത് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ അവർ ലൈഫ് ആൻഡ് സറൗണ്ടിങ്സ്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് പരിസ്ഥിതി എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ എൻവയോൺമെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിൽ എങ്ങനെയാണ് പരിസ്ഥിതി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. രണ്ടാമത് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കി വലിയ കോർപ്പറേറ്റ് സാമ്പത്തിക രാജ്യങ്ങൾ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഏകദേശം 17 ഗോൾസ് ഉള്ള ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനത് വിശദീകരിക്കുന്നില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, പലയിടങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസ്. ഒരു പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ നമുക്കിതൊരു MSc അല്ലെങ്കിൽ BSc ആയിട്ട് സയൻസ് വിഷയമായി കണ്ടിരുന്നു. പുതിയ കാലത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ സബ്ജക്റ്റുകൾ, സയൻസ് പഠിക്കുന്ന ആളുകളും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആളുകളൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകുക. അതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. കെട്ടിടത്തിന് പോകുന്ന താഴേക്ക് ചാടുന്ന അയാൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അതൊരു ഭൂഗുരുത്വാകർഷണത്തിന്റെ ഫലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാം. അതൊരു ഉത്തരമാണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു സോഷ്യൽ സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണങ്ങൾ? അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇതും കൂടെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഉത്തരം പൂർണ്ണമാവുന്നത്. അപ്പൊ സയൻസും ഹ്യൂമാനിറ്റീസും കൂടെ ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചറിലേക്ക് പുതിയ കാലത്തെ സബ്ജക്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു സാധ്യത കൂടിയിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു സ്കോപ്പ് ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസ്, പരിസ്ഥിതി പഠനം കൊണ്ട് നമുക്കുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ നമ്മുടെ കരിയറിൽ നമുക്ക് ഏതൊക്കെ രൂപത്തിലേക്കുള്ള മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് പറയാൻ കഴിയും. ഇനി നമ്മൾ ഈ യൂണിറ്റിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ലിവിങ് ബീങ്സ് ഇന്ററാക്ട് വിത്ത് അതർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ് ഓഫ് ദി എക്കോസിസ്റ്റം. ഒരു ആവാസ വ്യവസ്ഥക്കകത്ത് ലിവിങ് ബീങ്സ് എന്ന് പറയുന്നത് ജീവനുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ലിവിങ് ബീങ്സ് എന്ന് പറയും. ഈ വാക്കിനി എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവുക ചെയ്യുള്ളൂ. ലിവിങ് ബീങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ ലിവിങ് ബീങ്സ് എന്ന് പറയും. അപ്പം ജീവനുള്ള ഓർഗാനിസവും ലിവിങ് ബീങ്സും നോൺ ലിവിങ് കോമ്പണൻസുകളും, ജീവനില്ലാത്ത ഘടകങ്ങൾ. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ ജീവനില്ലാത്ത പല ഘടകങ്ങളെയും ഞാൻ ആശ്രയിക്കേണ്ടി വരും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോലെയുള്ള ഒരുപാട് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിനെ ഞാൻ ആശ്രയിക്കേണ്ടി വരും. ഇതാണ് ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഭൂലോകത്ത് ജീവിതം സാധ്യമാവുകയുള്ളൂ. ഈ ചാപ്റ്ററിലുടനീളം ഈ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ കാണാൻ പറ്റും, എല്ലായിടത്തും കാണാം. അതായത് ഒറ്റയ്ക്കൊരിക്കലും ഒരാൾക്ക് ജീവിതം സാധ്യമല്ല. നമ്മൾ ഏകാന്തത എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവത്തിൽ ഇങ്ങനെ പറയെങ്കിൽ പോലും ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പം നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കുന്ന സമയത്ത് 100 പേരെ അല്ലെങ്കിൽ 500 പേരെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. എങ്ങനെയാണ് 500 പേരെ ആശ്രയിക്കുന്നത്? നമുക്കൊരു ചായക്ക് വെള്ളം കിട്ടണമെങ്കിൽ അത് കിണറിന്നായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അപ്പം കിണറിന് വെള്ളം എടുക്കണമെങ്കിൽ ആ കിണർ കുഴിക്കുന്നത് തൊട്ടുള്ള ആളുകൾ അതിന്റെ ഭാഗമാണ്. ചായപ്പൊടിയാണെങ്കിൽ അതിന്റെ കടക്കാരൻ, അത് ഹോൾസെയിലായിട്ട് ആ കടക്കാരന് വിറ്റിട്ടുള്ള ആളുകൾ,
അത് തേയിലത്തോട്ടത്തിൽ നിന്നും പറിച്ചു കൊണ്ടുവന്ന ആളുകൾ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ പഞ്ചസാര വേറെയുണ്ട്, പാല് വേറെയുണ്ട്, ചായപ്പൊടിയും വെള്ളം, ഇങ്ങനെ ഓരോന്നും മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ പോലും ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ മനുഷ്യന് പരാശ്രയത്തോടു കൂടെ മാത്രമേ ഈ ഭൂലോകത്ത് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇനി എല്ലാത്തിനും ഡെഫിനിഷൻ ഉണ്ടാവും, പരിസ്ഥിതിക്കും ഇതുപോലെ എന്തുണ്ട്, ഡെഫിനിഷനുകളുണ്ട്. അതിലേറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ് ഇൻഫ്ലുവൻസസ് ആൻഡ് ഇവന്റ്സ് സറൗണ്ടിങ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാടുള്ള ജീവനില്ലാത്തതും ജീവനുള്ളതുമായിട്ടുള്ള ഘടകങ്ങളുടെ സം ടോട്ടൽ ആകത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ള വാക്ക് നോക്കൂ. എൻവയോൺമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ്. എൻവിറോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ മെന്റ് എന്ന് പറയുന്ന വാക്കും എൻവിറോൺ എന്ന് പറയുന്ന വാക്കും രണ്ടായിട്ട് നിൽക്കുകയും ഈ രണ്ട് വാക്കും അതായത് ഒന്ന് സറൗണ്ടിങ്സിനെയും മറ്റൊന്ന് ഇങ്ങനെ പരസ്പരം കൈമാറുന്നതിനെ കുറിച്ചും പറയുന്ന രണ്ട് വാക്കുകൾ. ഈ രണ്ട് വാക്കിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടു വരുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം നമുക്ക്, ഇത് ഏത് വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. നമുക്ക് ഫ്രഞ്ച് എന്ന് പറയുന്ന ആൻസറിനെ ക്ലിക്ക് ചെയ്യാൻ പറ്റണം. ദെൻ മറ്റൊന്ന് അതിന് താഴെ പറയുന്നത്, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന എൻവയോൺമെന്റ് ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് നേച്ചർ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും കേട്ടോ പല ഭാഗങ്ങളിലും. അപ്പൊ ഞാനത് ചിലപ്പം സ്കിപ്പ് ചെയ്തിട്ട് പോകും. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സകലമാന സംവിധാനങ്ങളും ചേർന്നുള്ള ഒരു ഘടകമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻവയോൺമെന്റ് ഈസ് നോട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അതിനകത്ത് തൊട്ടടുത്ത് വരുന്ന റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ നോട്ട് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനനുസരിച്ച് എൻവയോൺമെന്റ് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രശ്നങ്ങളും വരുമ്പം അതിനനുസരിച്ച് പരിസ്ഥിതി ഇങ്ങനെ സ്വയം എന്ത് ചെയ്യും, അതിനകത്ത് അതിജീവിക്കാനുള്ള, സർവൈവ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കോമ്പണൻസ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്. കോമ്പണൻസ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന് ബയോട്ടിക് കോമ്പണൻസ് ആണ്, രണ്ടാമത്തത് അബയോട്ടിക് കോമ്പണൻസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് ബയോട്ടിക്, അതുപോലെ തന്നെ എന്താണ് അബയോട്ടിക്. ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. അബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഘടകങ്ങളെയാണ് നമ്മൾ അബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയാം. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും ചേർന്നിട്ടാണ് പരിസ്ഥിതി നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എന്താണ് ബയോ എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്നത് അത് ജീവനുള്ള ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കും. ബയോ എന്ന് പറയുന്നത് ജീവനുള്ള ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കുമെന്ന് എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ ഇനി അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് കോമ്പണൻസ് ഓഫ് എൻ എക്കോസിസ്റ്റം. ദിസ് ഫാക്ടർ ഡയറക്ട്ലി എഫക്ട് ലിവിങ് ഓർഗാനിസം ആൻഡ് ദെയർ എബിലിറ്റി ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. അതായത് നോൺ ലിവിങ് കോമ്പണൻസ് ആയ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നോൺ ലിവിങ് കോമ്പണൻസിനെയാണ് നമ്മൾ അബയോട്ടിക് എന്ന് പറയുന്നത്, ജീവനില്ലാത്തത്. എക്സാമ്പിൾ നോക്കൂ, ലൈറ്റ്, പ്രസിപ്പിറ്റേഷൻ, ഹ്യൂമിഡിറ്റി, വാട്ടർ, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, അതുപോലെ തന്നെ സീസണൽ ചേഞ്ചസ്, ടോപ്പോഗ്രഫി. ഇതിനൊക്കെയുള്ള ഒരു ഒറ്റ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ജീവനില്ലാത്തതാണ് എന്നുള്ളതാണ്. ലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ, ഹ്യൂമിഡിറ്റി, വാട്ടർ, ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജീവനില്ലാത്ത ഘടകങ്ങളായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ദെൻ ബയോട്ടിക് കോമ്പണൻസ്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ the biotic components are made up of organisms, living organisms, അതുപോലെ തന്നെ ഡെഡ് ഓർഗാനിസംസ്, വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഓഫ് ദീസ്. അതായത് ജീവനുള്ള ഓർഗാനിസംസ് അതിന്റെ ഡെഡ് ആയതിനു ശേഷമുള്ള അവസ്ഥകൾ. ദെൻ ഓർഗാനിസത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ എക്സ്ക്രീറ്റ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വേസ്റ്റുകൾ. ഇതൊക്കെ എന്താണ്, ബയോട്ടിക് കോമ്പണൻസ് ആണ്. ഇനി അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ, പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഹ്യൂമൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ പാരസൈറ്റ്സ് എന്ന് പറയുന്ന മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. മൈക്രോ ഓർഗാനിസംസ്, ഡീകമ്പോസസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിന് വിഘാടകർ എന്ന് പറയും. വിഘാടകർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഡെഡ് ഓർഗാനിസത്തെയൊക്കെ വിഘടിപ്പിച്ചുകൊണ്ട് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റൽ പ്രോഗ്രാം നിർവഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഘാടകർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് മറ്റൊന്ന് ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനെ 5 ഭാഗമാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എൻവയോൺമെന്റിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ. ഒന്ന് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഇന്റേണൽ എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ മോഡിഫൈഡ് ആൻഡ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ് ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തെ നമ്മൾ എടുക്കണം. ഓർഗാനിസം എന്ന ഒരു ജീവജാലം, ഒരു ജീവിയെ നമ്മൾ എടുക്കുന്നു. ആ ജീവിയുടെ ചുറ്റുഭാഗത്തെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ ജീവിയുടെ ബോഡി പാർട്ടിന് ചുറ്റുമുള്ള മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയും. അപ്പൊ ഇന്റേണൽ എന്തായിരിക്കും? നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ബോഡി ക്യാവിറ്റിയാണ്. അതായത് ഒരു ഫിഷിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫിഷിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ, the internal environment quite separate from the outside environment. The body surface act an exchange barrier between the internal and external environment of the fish. അതായത് ഒരു ഫിഷിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫിഷിന്റെ ബോഡിയുടെ അകത്തുള്ള എൻവയോൺമെന്റ്, എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ബോഡിക്ക് അകത്ത് ഒരു പരിസ്ഥിതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എൻവയോൺമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ട് പ്രകൃതിപരമായിട്ട് എന്തൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ, മനുഷ്യന്റെ കൈകടത്തലുകൾ ഒന്നും സംഭവിക്കാതെ പ്രകൃതിപരമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റും. അതിനകത്ത് ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. സീ എന്ന് പറയുന്നത് കടലുകളാണ്. അതായത് ഒരുപാട് കടലുകൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഓഷ്യൻസ് ഉണ്ടാകുന്നത്. ലൈക്സ്, പോൺസ്, റിവേഴ്സ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? നാച്ചുറൽ എൻവയോൺമെന്റ് ആണ്. നമുക്ക് തന്നെ അറിയാം. ഈ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു എൻവയോൺമെന്റ്. അതായത് ഇപ്പോ ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിനെ നമ്മളൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് അതിനകത്ത് ഒരുപാട് തേക്ക് നടും. ഇപ്പൊ നിലമ്പൂരിലൊക്കെ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? തേക്ക് ഫോറസ്റ്റുകൾ കാണാം. അത് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് ആണ്. നേരത്തെ ഉള്ള ഒരു എൻവയോൺമെന്റിനകത്ത് ഇത്ര കൃത്യമായിട്ട് തേക്ക് മാത്രം വളരുന്ന ഫോറസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതൊരു എല്ലാം ഉള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാവും. അതിനെ നമ്മൾ വെട്ടി ഒതുക്കിയിട്ട് ഒരു ഏക വിളകൾ ഉണ്ടാക്കുന്ന ഒരു ഫോറസ്റ്റ് ആക്കിയിട്ട് മാറ്റും. ഒരു ഫോറസ്റ്റിന് നമ്മളിങ്ങനെ തട്ടാക്കിയിട്ട് അവിടെ പ്ലാന്റേഷൻ, തേയിലയും മറ്റും കാപ്പിയൊക്കെ ഉണ്ടാക്കും. അപ്പം ഇതിനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് നമ്മൾ ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതാണ് നമ്മൾ ഈ സാങ്ച്വറീസ്, ബയോളജിക്കൽ പാർക്കുകൾ, പ്ലാന്റേഷൻസ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഇതിന്റെയൊക്കെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ആയിരിക്കും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ പിന്നെ പറയുന്നത് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്, മനുഷ്യൻ തന്നെ നിർമ്മിച്ച പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രികൾ വരാം, സിറ്റീസ്, ടൗൺസ്, ഡാമുകൾ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, നമ്മള് ഇങ്ങനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള തടാകങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സ്വിമ്മിംഗ് പൂളുകളും മറ്റേ പൂളുകളൊക്കെ പറയാറുണ്ടല്ലോ. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ഈ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ് എന്നുള്ളതിലേക്ക് പറയാം. അപ്പോൾ ഇത്രയും ടൈപ്പാണ് എൻവയോൺമെന്റ് ഉള്ളത്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിന്റെ പുറത്തുള്ള എൻവയോൺമെന്റ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിന്റെ അകത്ത് നടക്കുന്ന എൻവയോൺമെന്റ്. ഇത് നാച്ചുറൽ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ പ്രകൃതിയിൽ കാണുന്ന പരിസ്ഥിതി വിഭവങ്ങളെയാണ് നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ പരിസ്ഥിതിയിൽ മനുഷ്യൻ ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ മോഡിഫൈഡ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, തീരെ നാച്ചുറൽ അല്ലാതെ തീർത്തും ആർട്ടിഫിഷ്യലായി മനുഷ്യൻ മാത്രം നിർമ്മിക്കുന്ന ചില പരിസ്ഥിതികളുണ്ട്. അതാണ് ടൗണും സിറ്റീസും ഇൻഡസ്ട്രീസും ഡാംസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി എൻവയോൺമെന്റ് ഫോർ ലൈഫ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കിവിടെ ജീവൻ നിലനിൽക്കൽ സാധ്യമാകണമെങ്കിൽ ഈ വിൻഡും ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും റെയിൻഫോളും ഇതൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടാവണം. ഓക്സിജൻ ഇല്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന് മാത്രമല്ല, മറ്റു ഓർഗാനിസത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് എൻവയോൺമെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹ്യൂമൻ എൻവയോൺമെന്റ് റിലേഷനെ കുറിച്ച്, മനുഷ്യനും പരിസ്ഥിതിയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുള്ളത്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചില അപ്രോച്ചസുകൾ പറയുന്നുണ്ട്. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള അപ്രോച്ചസ്, അതായത് ചില വീക്ഷണങ്ങളുണ്ട്. മനുഷ്യനും പരിസ്ഥിതിയും ഏതൊക്കെ രൂപത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് റെഡ് മാർക്ക് ചെയ്തത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത് പറയുന്നത് ഡിറ്റർമിനിസം, സെക്കൻഡ് വൺ പോസിബിലിസം, തേർഡ് വൺ എൻവയോൺമെന്റലിസം. മൂന്നും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. വേഗം മനസ്സിലാവും. ഡിറ്റർമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ ജിയോഗ്രഫർ ആയിട്ടുള്ള ഫ്രെഡറിച്ച് റെറ്റ്സലാണ് ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തത്. അതിനെ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആണ്. ഈ അപ്രോച്ചിൽ പറയുന്നത് എന്താ വെച്ചാൽ നാച്ചർ കൺട്രോൾസ് ഹ്യൂമൻ എന്നുള്ള ഓപ്ഷനിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. നാച്ചർ കൺട്രോൾസ് ഹ്യൂമൻ എന്ന് പറയുന്നത് പ്രകൃതി മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നു.
മനുഷ്യന് അവിടെ ഒരു റോളും ഇല്ല. ഇപ്പൊ ഹെൻറി തോറൊക്കെ പറയുന്ന പോലെ നമ്മൾ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് ചെരുപ്പ് അഴിച്ചിട്ട് നടക്കണം എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യന് ഒരു തരത്തിലും റോൾ ഇല്ലാത്ത രൂപത്തിൽ പ്രകൃതി മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പ്രകൃതിയാണ് ദൈവം എന്നൊക്കെ പറയുന്ന ഒരു ദൈവം എന്നുള്ളതല്ല, ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഡിറ്റർമിനിസം എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് മുഴുവൻ ചാർത്തി കൊടുക്കുക, അതിനാണ് ഡിറ്റർമിനിസം എന്ന് പറയും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോസിബിലിസം പറയുന്നത്. പോസിബിലിസം പറയുന്നത് ടേം വാസ് കോയിൻഡ് ബൈ ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ലൂയിസ് ഫാബ്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് പോസിബിലിസം. അദ്ദേഹം പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ് ഈസ് പാസീവ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഈസ് ആക്റ്റീവ്. ഇവിടെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനം, പ്രകൃതിക്ക് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല. നേരെ ഓപ്പോസിറ്റ്, പ്രകൃതി എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു തരത്തിലും പ്രാധാന്യമില്ല, മനുഷ്യനാണ് ഇതിലേക്ക് നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് അപ്രോച്ചസുകളിലും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റലിസം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നത്. ആ അപ്രോച്ചിന്റെ പ്രത്യേകത എന്താണ്? എൻവയോൺമെന്റലിസം അല്ലെങ്കിൽ ഇക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പരിസ്ഥിതിയെയും മനുഷ്യനെയും ഒരേ രൂപത്തിൽ, ഒരു മ്യൂച്വൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. പരിസ്ഥിതിയെയും മനുഷ്യനെയും ഒരേ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഇക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ അപ്രോച്ചാണ് ഏറ്റവും പുതിയ കാലത്ത് നമ്മളിങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്കും മറ്റുമൊക്കെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മളിപ്പം ഇവിടുത്തെ റിസോഴ്സുകളൊക്കെ നമ്മൾ എടുക്കുക. ഗാന്ധിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട് ഉണ്ട്, നേച്ചർ ഹാസ് ഇനഫ് ടു മീറ്റ് അവർ നീഡ് നോട്ട് അവർ ഗ്രീഡ് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ ഈ ഭൂമിയിലുണ്ട്, എന്നാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കപ്പുറം കടന്നുള്ള ഒന്നും തന്നെ ഈ ഭൂമിയിൽ ബാക്കിയില്ല എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്തും വരുന്നത്. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് നമ്മുടെ എല്ലാ ആവശ്യവും ഇവിടെ നടക്കണം. അതായത് നമ്മുടെ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ജനറേഷൻ, ഇപ്പൊ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മുഴുവൻ ആവശ്യം നടക്കണം. എന്നാൽ വരും തലമുറയ്ക്ക് ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ കൂടെ ബാക്കിയാക്കിയിട്ട് വേണം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടത്. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനകത്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത്. അപ്പം ഇത് മൂന്നും പ്രധാനമാണ്. ഒന്ന് അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ട്, ബ്രെഡ്ലാൻഡ് കമ്മീഷൻ, ദെൻ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടുള്ള മീറ്റിംഗ് ദ നീഡ് ഓഫ് പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദയർ ഓൺ നീഡ്സ് എന്ന് പറയുന്ന ഡെഫിനിഷനും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. ആ കോൺസെപ്റ്റ് റെഡി ആയാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിൾസിനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ താങ്ങി നിർത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട പില്ലറുകൾ, മൂന്ന് പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. ആ തൂണാണ് ഒന്ന് എക്കണോമിക്, എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ. ഈ മൂന്ന് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ഗ്രാഫിനകത്ത് കാണുന്നുണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളും കൂടെ താങ്ങി നിർത്തുമ്പോഴാണ്, അതായത് എൻവയോൺമെന്റ് മാത്രം പോരാ, എക്കോണമി മാത്രം പോരാ, സോഷ്യൽ മാത്രം പോരാ, ഈ സോഷ്യൽ മാത്രം പോരാ, ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആശയത്തെ നമുക്ക് ഇവിടെ രൂപപ്പെടുത്താനാകുന്നത്. അപ്പൊ ഇതിനെ ഓരോന്നിനും, ഇപ്പം എക്കണോമിക് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഗ്രോത്ത് ആവാം, എഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളൊരു സാധാ പേന ഉപയോഗിച്ചു കഴിഞ്ഞ് നമ്മളൊരു മഷി കഴിഞ്ഞോടുകൂടെ 10 ദിവസം 20 ദിവസം കഴിഞ്ഞ് നമ്മളത് വലിച്ചു കഴിയുന്നു. രണ്ടാമത്തെ ഒരാൾ പേന ഉപയോഗിക്കുന്നു, അതിന്റെ റീഫില്ലിങ്ങിനെ മാറ്റിയിട്ട് കുറെ കാലം 2 വർഷമോ 3 വർഷമോ പേന ഉപയോഗിക്കുന്നു. വേറൊരാൾ ഒരു മഷിപ്പേന കൊണ്ടുവന്നിട്ട് അതിൽ മഷി നിറച്ചിട്ട് കുറെ കാലം ഉപയോഗിക്കുന്നു. ഇനി അപ്പോഴും അവസാനം ആ പേന വേസ്റ്റ് ആവുന്നുണ്ട്. ആ വേസ്റ്റ് ആവാതിരിക്കാൻ അയാൾ ഒരു പേപ്പർ പേന ഉപയോഗിക്കുന്നു. ഇതാണ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. പരമാവധി അതിനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നു. നമ്മൾ അൺവാണ്ടഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് മണ്ണിലേക്ക് പോകണം, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഒപ്റ്റിമം യൂസ് എന്ന് പറയുന്നത്. സോഷ്യൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ നീഡുകളാണ്, ആവശ്യങ്ങളാണ്, ഇക്വിറ്റിയും എംപവർമെന്റ് ഒക്കെ പോലെയുള്ള. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിനകത്ത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, റിസോഴ്സ് ട്രാൻസിഷൻ, ടെക്നോളജിക്കൽ ട്രാൻസിഷൻ, പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ ഒക്കെ പറയുന്നുണ്ട്. അതിനകത്തൊക്കെ പറയുന്നത് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം?
നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാണ്. ഇപ്പൊ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഇപ്പൊ ലോകത്തിൽ 700 കോടി ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ 131 കോടി ജനങ്ങളുണ്ട്. അപ്പം ഈ പോപ്പുലേഷനെ സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. റിസോഴ്സുകളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതും അതിനെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറയുന്നതും പ്രധാനമാണ്. ടെക്നോളജികളെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഈ രൂപത്തിൽ കമ്മ്യൂണിറ്റികൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാക്കാൻ പറ്റുന്നത്. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 17 ഗോളുകളാണ്. ഈ 17 ഗോളുകൾ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ലോകം ഏറ്റവും കൃത്യമായ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഗോൾസ് ഒന്നും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 17 ഗോൾസുകൾ നമ്മൾ അറ്റൈൻ ചെയ്യുന്നതോടുകൂടെ ലോകം ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഭൂമിയായിട്ട് ഈ ഭൂമി മാറും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ചില ഏരിയകൾ നമുക്ക് നോക്കാം. ഒന്ന്, സ്ലോ ഡൗൺ പോപ്പുലേഷൻ ഗ്രോത്ത്, reduce poverty and inequality, make agriculture sustainable, protect forest and other habitats, make water and energy use, make water use sustainable, reduce waste generation. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ തന്നെ ആ വിഷയങ്ങൾ മനസ്സിലാവും. ഇതാണ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. അതിനകത്ത് നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി തുടങ്ങിയിട്ട് 17 ഗോൾസുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനുള്ളത്. അപ്പം ഈ 17 ഗോൾസ് നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കണം. ഇതിനകത്ത് നിന്ന് കുറെ ഗോൾസിനെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഇതിൽ ലൈഫ് ബിലോ വാട്ടർ എന്ന് പറയുന്നതും ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്ന രണ്ട് ഭാഗമുണ്ട്. ലൈഫ് ബിലോ വാട്ടർ എന്ന് പറഞ്ഞാൽ ഓഷ്യാനിക് മറൈൻ എൻവയോൺമെന്റ് ആണ്. ഓൺ ലാൻഡ് എന്ന് പറയുന്നത് കരഭാഗത്തുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എൻവയോൺമെന്റിന്റെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില ദിവസങ്ങൾ. ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്, മാർച്ച് 22 വാട്ടർ ഡേ ആണ്, പിന്നെ അതുപോലെ ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ ആണ്, പിന്നെ ഏപ്രിൽ 21 ഭൗമദിനമാണ്, ഇങ്ങനെ സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ദിനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോൺഫറൻസുകൾ. ഇപ്പൊ 1964 റേച്ചൽ കേസിന്റെ സൈലന്റ് സ്പ്രിംഗ് ഇറങ്ങുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. ദെൻ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. ദെൻ 1992 ഇപ്പൊ ടെക്സ്റ്റിൽ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, റിയോ ഡി ജനീറോയിൽ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നിട്ടുള്ള കോൺഫറൻസ്. ദെൻ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ജോഹന്നസ്ബർഗിൽ നടന്നിട്ടുള്ള സമ്മേളനം 2002. ഗ്ലാസ്ഗോയിൽ നടന്നിട്ടുള്ള 2016 കോൺഫറൻസ്. എല്ലാ 10 വർഷം കൂടുമ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്, റിയോ ഡി ജനീറോയിലെ 92 നടന്നിട്ടുണ്ടെങ്കിൽ 2002 അതിന്റെ +10 നടന്നിട്ടുണ്ടാവും, 2012 അതിന്റെ +20 നടന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ 10 വർഷം കഴിയുമ്പോഴും ആ സമ്മേളനങ്ങളും ക്ലൈമറ്റ് സമ്മേളനങ്ങൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, 4 വർഷം 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത്തരം ചില ഫാക്ടുകൾ, ജനറൽ ഫാക്ടുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഇതിനകത്ത് പറയുന്നത് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് സിറ്റുവേഷൻ. അതായത് ഒരു ജീവജാലത്തെ എവിടെയാണോ അത് താമസിക്കുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനെ സംരക്ഷിക്കണം. എവിടെയാണോ അതുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്, എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ സംരക്ഷിക്കുക. ഒരു ഉദാഹരണം പറയാം, ഒരു കടുവ ഒരു ഫോറസ്റ്റിനകത്താണുള്ളത്. അപ്പൊ നമ്മൾ ആ ഫോറസ്റ്റിലേക്ക് കടക്കാതെ, അവിടെ കാര്യം പ്രവേശിപ്പിക്കാതെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അതിനെ സംരക്ഷിക്കാം. അതിന് നമ്മൾ വേറെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. രണ്ടാമത്, അവിടെ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ അവിടെ നമ്മൾ എടുത്തു കൊണ്ടുവന്ന് ഒരു നാഷണൽ പാർക്കിലേക്കോ സാങ്ച്വറിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൂവിലേക്കോ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ അതിനെ പാർപ്പിച്ച് താമസിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഇതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിച്ചു വെക്കാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പുതിയ കാലത്ത് ഏറ്റവും അധികം കോഴ്സുകൾ വരുന്ന, ഏറ്റവും അധികം സാധ്യതയുള്ള, ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് എൻവയോൺമെന്റ് സ്റ്റഡീസ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പോലെയുള്ള, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലെയുള്ള ഓരോ ഏരിയയിലും വലിയ രൂപത്തിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏറ്റവും ക്വാളിറ്റിയിൽ ഈ വിഷയം എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള അവസരം
അവസരങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ അടുത്ത ചാപ്റ്ററുകൾ പറയുന്ന സമയത്ത് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാം.